പല ആളുകളും ചോദിക്കാറുണ്ട്, ഉസ്താദെ രാത്രി ഉളഹിയ്യത്ത് അറുക്കാമോ, അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് ഉളഹിയ്യത്ത് അറുക്കാമോ എന്ന്. എന്താണ് അതിൻ്റെ ഉത്തരം? ഉളഹിയ്യത്തിൻ്റെ നീയത്ത് എന്താണ്? പല ആളുകളും നീയത്ത് വെക്കാതെ ഉളഹിയ്യത്ത് അറുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ഉളഹിയ്യത്തിൻ്റെ ശ്രേഷ്ഠത കിട്ടുമോ? നിസ്കരിക്കാത്ത ആള് ഉളഹിയ്യത്ത് അറുത്താൽ ആ ഉളഹിയ്യത്തായിട്ട് കെട്ടുപെടുമോ? അതിൻ്റെ മാംസം നമുക്ക് കഴിക്കാമോ? തുടങ്ങി ഒരുപാട് സംശയങ്ങൾക്കുള്ള നിവാരണമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അതുപോലെ 7 പേര് ഷെയർ ചേർന്ന് അറുക്കുമ്പോൾ ഈ 7 പേരിൽ ആരാണ് ഉളഹിയ്യത്ത് അറുക്കേണ്ടത്? ഇതൊരു വലിയ സംശയമാണ്. ഉളഹിയ്യത്തിന്റെ മാംസം, അതിൻ്റെ കൊമ്പ്, അതിൻ്റെ തോല് വിൽക്കാമോ, അത് വാങ്ങാമോ? വലിയ സംശയമാണ്. എന്താണ് ഇതിൻ്റെ ഉത്തരം? ഉളഹിയ്യത്ത് അറുക്കുന്ന മൃഗങ്ങളിൽ ന്യൂനത പാടില്ല എന്ന് പറഞ്ഞു. ഈ ന്യൂനതയിൽ കൊമ്പൊടിയൽ ന്യൂനതയാണോ അല്ലയോ? കൊമ്പൊടിഞ്ഞ മൃഗത്തെ അറുക്കാമോ? ഉളഹിയ്യത്ത് അറുക്കുന്ന മൃഗത്തിന്റെ പാല് കുടിക്കാമോ? മരണപ്പെട്ടവർക്ക് വേണ്ടി ഉളഹിയ്യത്ത് അറുക്കാമോ? അങ്ങനെ അറുത്താൽ അത് ഉളഹിയ്യത്തായി മാറുമോ? എന്താണ് അതിൻ്റെ വിധി? ചില ആളുകൾ ചോദിക്കുന്നു, കോഴിയെ അറുത്താൽ ഉളഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടുമോ? എന്താണ് അതിൻ്റെ ഉത്തരം? ചില ആളുകൾ 1-ാം പെരുന്നാളിൻ്റെ മഗ്‌രിബിന് ശേഷം രാത്രിയൊക്കെ ഉളഹിയ്യത്ത് അറുക്കുന്നതായി കാണാം. ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പകലിൽ ഇതിനെ അറുക്കാനും അതിനെ നന്നാക്കുവാനുമുള്ള ആളുകളെ കിട്ടുന്നില്ല എന്നാണ്. രാത്രി ഉളഹിയ്യത്ത് അറുക്കാൻ പറ്റുമോ? തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾക്കുള്ള നിവാരണമാണ് നമ്മുടെ ഈ വീഡിയോ. അത് അവസാനം വരെ കാണുക. മുഴുവൻ സംശയങ്ങൾക്കും നിവാരണം നടത്തി നല്ല രൂപത്തിൽ ഉളഹിയ്യത്ത് അറുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും കമൻറ്റിലൂടെ ചോദിച്ചു, ഉസ്താദെ എന്തിനാണ് എപ്പോഴും തുടക്കത്തിൽ ഈ ആഫിയത്തുള്ള ദീർഘായുസ് എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. അതായത് ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കേണ്ടത് ആരോഗ്യത്തെയാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നബിതങ്ങൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ വാസിഅ വഹലാലൻ ത്വയ്യിബ വഈമാനൻ കാമില എന്ന് ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആഫിയത്തിനായിട്ട് ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ ഈ കേൾവിയും നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിമാർ ചോദിക്കുകയാണ്, നബിയെ മാലനാ ഫിൽ ഉദ്ഹിയ്യ, ഉദ്ഹിയ്യത്ത് അറുത്താൽ ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലമുള്ളത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, അതിൻ്റെ ഓരോ രോമത്തിനനുസരിച്ച് പ്രതിഫലം അല്ലാഹു നൽകിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഓരോ രോമത്തിനനുസരിച്ച് നമ്മുടെ പാപങ്ങൾ പൊറുക്കും, നമ്മുടെ ദറജകൾ അല്ലാഹു ഉയർത്തും, നമ്മുടെ ദാരിദ്ര്യം, അതുപോലെ കണ്ണേർ, സിഹർ, അതുപോലെ നാന്തോഷങ്ങൾ, നാവ് കൊണ്ട് പറയുന്ന ദോഷങ്ങൾ എല്ലാം അല്ലാഹു തആല ആ മൃഗത്തെ അറുക്കുന്നത് കൊണ്ട്, ഉളഹിയ്യത്ത് അറുക്കുന്നത് കൊണ്ട് അല്ലാഹു തട്ടി മാറ്റുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസുണ്ട്. ഫാത്തിമ ബീവിയോട് പറയുന്നു, ഫാത്തിമ, നീ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയം, അതിൻ്റെ ആ മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തി വെക്കുന്ന സമയം മുതൽ, അറുക്കുന്നതിന് മുമ്പ് കത്തി അതിൻ്റെ കഴുത്തിൽ വെക്കുന്ന സമയം മുതൽ അല്ലാഹു തആല ആ അറുക്കുന്നവൻ്റെയും അല്ലെങ്കിൽ അതിൽ ഷെയർ ചെയ്തിട്ടുള്ള ആരാണോ അവരുടെയും പാപങ്ങൾ അല്ലാഹു ഇങ്ങനെ പൊഴിച്ചു കളയുമെന്നാണ്, ഇല്ലാതാക്കി കളയുമെന്നാണ്. അല്ലാഹു തആല ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിൻ്റെ വിധി എന്താണ്? പല ആളുകൾക്കും സംശയമുണ്ട്, ഉസ്താദെ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് നിർബന്ധമാണോ, അതോ സുന്നത്താണോ, വാജിബാണോ, ഫർളാണോ? അങ്ങനെ ഒരുപാട് ചോദ്യമാണ്. ഉദ്ഹിയ്യത്ത് എന്നുള്ളത് അടിസ്ഥാനപരമായി അത് സുന്നത്താണ്, വളരെ ശക്തിമത്തായ സുന്നത്താണ്. എന്നാൽ അത് നേർച്ചയാക്കിയാൽ, ഞാൻ ഉദ്ഹിയ്യത്ത് അറുക്കാൻ നേർച്ചയാക്കി എന്നൊരു മനുഷ്യൻ കരുതിയാൽ അവനെ ഉദ്ഹിയ്യത്ത് അറുക്കൽ നിർബന്ധവുമാണ്. അടിസ്ഥാനപരമായി അത് സുന്നത്താണ്. ഇനി ആർക്കാണ് സുന്നത്താകുന്നത്?
ഉളഹിയ്യത്ത് അറുക്കൽ ആർക്കാണ് സുന്നത്താകുന്നത്? പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള പെരുന്നാളിൻ്റെ ദിവസം തൻ്റെയും താൻ ചിലവിന് കൊടുക്കൽ നിർബന്ധമായ ആശ്രിതർക്കും ആവശ്യമായ വസ്തുക്കൾ, അത് ആവശ്യമായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വസ്ത്രം, അതുപോലെ പാർപ്പിടം, ഭക്ഷണം, വെള്ളം, ഇതൊഴിച്ച് ബാക്കി ഉളഹിയ്യത്ത് നിർവഹിക്കാൻ ഉതകുന്ന തരത്തിൽ സമ്പത്ത് അവൻ്റെ കയ്യിൽ ഉണ്ട് എങ്കിൽ അവനിക്ക് ശക്തിമത്തായ സുന്നത്താണ് ഉളഹിയ്യത്ത് അറുക്കൽ. ഇതാണ് ഉളഹിയ്യത്ത് അറുക്കൽ ആർക്കാണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടി. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പെരുന്നാളിൻ്റെ ആ ദിവസം, പെരുന്നാൾ ദിവസം തനിക്കും തൻ്റെ ചിലവിന് കൊടുക്കൽ നിർബന്ധമായ തൻ്റെ ആശ്രിതർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കി പൈസ ഉളഹിയ്യത്തിന് നിർവഹിക്കാൻ ആവശ്യമായ പൈസ ബാക്കി ഉണ്ടെങ്കിൽ അവനിക്ക് ഉളഹിയ്യത്ത് അറുക്കൽ സുന്നത്താണ്. പിന്നെയോ ഇതിൻ്റെ വിധി എന്താണ്? അതായത് ഇങ്ങനെ സാമ്പത്തികമായ സ്ഥിതി എല്ലാവർക്കും ഒത്തിണങ്ങി കിട്ടണമെന്നില്ല, അങ്ങനെ ഒത്തിണങ്ങി വരുന്ന എല്ലാ വർഷവും, ഈ വർഷം എനിക്ക് അങ്ങനെ പൈസ സാമ്പത്തികമായി വിശാലതയുണ്ട്, എനിക്ക് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുമില്ല എങ്കിൽ എനിക്ക് ഈ വർഷം അറുക്കൽ സുന്നത്താണ്. അടുത്ത വർഷവും എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ അടുത്ത വർഷവും എനിക്ക് സുന്നത്താണ്. പിന്നത്തെ വർഷവും അങ്ങനെ തന്നെയാണെങ്കിൽ സുന്നത്താണ്. സാമ്പത്തികമായി നമുക്ക് എപ്പോഴെല്ലാം അഭിവൃദ്ധി ഉണ്ടോ, നമുക്ക് എപ്പോഴെല്ലാം അറുക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആ വർഷമൊക്കെ ഉളഹിയ്യത്ത് അറുക്കൽ ശക്തിമത്തായ സുന്നത്താണ്. പിന്നെയോ മറ്റൊരു കാര്യം, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് നിർവഹിക്കാൻ പറ്റിയ സുന്നത്തായ കർമ്മമാണ് ഉളഹിയ്യത്ത്. അതുകൊണ്ട് ഈ ഉളഹിയ്യത്ത് അറുക്കാൻ പറ്റുന്ന വർഷമെല്ലാം അറുക്കൽ ശക്തിമത്തായ സുന്നത്താണ്. ഒരു വർഷം അറുത്തു, അതുകൊണ്ട് അടുത്ത വർഷം അറുക്കുന്നില്ല, അങ്ങനെയല്ല. നമുക്ക് കഴിയുന്നത് എപ്പോഴാണോ, സാമ്പത്തികമായി നമുക്ക് ഭദ്രത എപ്പോഴെല്ലാം ഉണ്ടോ ആ സമയത്തൊക്കെ ഉളഹിയ്യത്ത് അറുക്കൽ ശക്തിമത്തായ സുന്നത്താണ്. പിന്നെയോ ഉളഹിയ്യത്ത് അറുക്കേണ്ടത് ഏത് മൃഗങ്ങളാണ്? ഉളഹിയ്യത്ത് അറുക്കാൻ പറ്റിയ മൃഗങ്ങൾ, അതിന് ഉതകുന്ന മൃഗങ്ങൾ ആട്, മാട്, ഒട്ടകമാണ്. ആട്, മാട്, ഒട്ടകം. ഈ മാടിലെ എരുമ പെടും, പശുവുണ്ട്, പോത്തുണ്ട്, കാളയുണ്ട്, മൂരി, അതെല്ലാം അതിനകത്ത് പെടുന്നതാണ്. ഇനി അവയുടെ വയസ്സ് പരിശോധിച്ച് നോക്കിയാൽ ആടാണെങ്കിൽ കോലാടിന് 2 വയസ്സ് പൂർത്തിയായി 3ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം. അതുപോലെ നെയ്യാട് ആണെങ്കിൽ 1 വയസ്സ് പൂർത്തിയായി 2ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം. ഒട്ടകമാണ് എങ്കിൽ 5 വയസ്സ് പൂർത്തിയായി 6ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം. മാട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എരുമയോ പോത്തോ പശുവോ അതുപോലുള്ള ഏതാണെങ്കിലും അത് 2 വയസ്സ് പൂർത്തിയായി 3ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം. അതാണ് അതിൻ്റെ വയസ്സിൻ്റെ കണക്ക്. ഇനി ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പോത്താവട്ടെ, അല്ലെങ്കിൽ പശുവാവട്ടെ, അല്ലെങ്കിൽ ആടാവട്ടെ, അതിൻ്റെ വയസ്സ് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും, കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന എരുമയോ പോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വയസ്സ് കൃത്യമായി അറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ വയസ്സ് കണക്കാക്കുന്ന അറവുകാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോട് ചോദിക്കുക, ഇതിന് ഏകദേശം എത്ര വയസ്സുണ്ടാകും. അപ്പോൾ അവർ വിശ്വസ്തരാണെങ്കിൽ അവരുടെ ആ വാക്കാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പരിഗണിക്കേണ്ടത്. 2 വയസ്സ് പൂർത്തിയായി 3ാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ മൃഗങ്ങൾക്ക് ന്യൂനതയുണ്ടാവാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കുക. പല ആളുകളും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതായത് മാംസം കുറഞ്ഞ് മെലിഞ്ഞ് ഒട്ടിയ മൃഗങ്ങൾ ഉദ്ഹിയ്യത്തിന് പറ്റുകയില്ല. ശ്രദ്ധിച്ചു കേട്ടോ, മെലിഞ്ഞ് ഒട്ടി ഒരു മാംസവും അതിലില്ല, വെറുതെ എല്ലും തോലുമാണെങ്കിൽ അത് ഉദ്ഹിയ്യത്തിന് പറ്റിയതല്ല. അതുപോലെ ഭ്രാന്തുള്ള മൃഗങ്ങളുണ്ടാകും. ഭ്രാന്തുള്ള മൃഗങ്ങൾക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള മൃഗങ്ങളെ ഉദ്ഹിയ്യത്ത് അറുത്താൽ അത് ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. പിന്നെ ചെവി, നാവ്, അകിട്, വാല് ഇവയിൽ നിന്ന് മുറിച്ച് കളഞ്ഞത്, വാല് മുറിച്ച് കളഞ്ഞു, ഒരു ചെവിയോ അല്ലെങ്കിൽ 2 ചെവിയോ മുറിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ നാവ്, അകിടൊക്കെ മുറിച്ച് കളഞ്ഞ മൃഗങ്ങളുണ്ടെങ്കിൽ അതിനെ ഒന്നും ഉദ്ഹിയ്യത്തിനായിട്ട് പറ്റുകയില്ല. പിന്നെ കാഴ്ചയില്ലാത്തത്, അന്ധനായ മൃഗം, അതിനും ഉദ്ഹിയ്യത്തിന് പറ്റുകയില്ല. അതുപോലെ തന്നെ വ്യക്തമായി മുടന്തുള്ളത്, അതും ഉദ്ഹിയ്യത്തിന് പറ്റുകയില്ല. ശക്തിയായി രോഗമുള്ളത്, അതുപോലെ ചൊറി ബാധിച്ചത്, എല്ലൊടിഞ്ഞത്, ജന്മനാ ചെവി കേൾക്കാത്തത്, ജന്മനാ ചെവി ഇല്ലാത്തത്, അതുപോലെ ഗർഭിണിയായ മൃഗം, ഇതൊന്നും ഉദ്ഹിയ്യത്തിന് പറ്റുകയില്ല. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, പല്ല് മുഴുവനും നഷ്ടപ്പെട്ടു പോയ മൃഗങ്ങളുണ്ടാകും, അതിനെ ഒന്നും ഉദ്ഹിയ്യത്തിന് പറ്റുകയില്ല. പിന്നെയോ കൊമ്പ് ഇല്ലാത്തത്, അല്ലെങ്കിൽ കൊമ്പ് അല്പം ഒടിഞ്ഞത്,
അതിനെ അറുത്താൽ ഉളഹിയത്തിന് പറ്റുന്നതാണ്. ചില മൃഗങ്ങൾക്ക് കൊമ്പുണ്ടാവുകയില്ല. കൊമ്പില്ലാത്ത മൃഗത്തെ അറുക്കാമോ? അറുക്കാം, കുഴപ്പമില്ല. ഇനി കൊമ്പുണ്ട്, അതിൻ്റെ അറ്റം കുറച്ച് ഒടിഞ്ഞു പോയി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുപിടിച്ചപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയിൽ കൊണ്ടുവരുന്ന സമയത്തോ ഒരല്പം ഒടിഞ്ഞുപോയി എന്ന് വെച്ച് അതിന് പ്രശ്നമില്ല എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ന്യൂനതകളുള്ള മൃഗങ്ങളെ ഒന്നും ഉളഹിയത്തിനായിട്ട് അറുക്കുവാൻ പാടില്ല. അങ്ങനെ ഉളഹിയത്തായിട്ട് അറുത്താൽ അത് ഉളഹിയത്തായിട്ട് പരിഗണിക്കപ്പെടുകയുമില്ല. ഒരു ന്യൂനതയുമില്ലാത്ത, നമ്മൾ കണ്ടാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൃഗത്തെയാവണം ഉളഹിയത്തിനായിട്ട് അറുക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അറുക്കേണ്ട സമയം എപ്പോഴാണ്? അറുക്കേണ്ട സമയം, അതായത് ബലിപെരുന്നാൾ ദിവസത്തിലെ ബലിപെരുന്നാൾ ദിവസം, ദുൽഹിജ്ജ 10 ആ ദിവസം, ബലിപെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരവും ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഖുതുബയും കഴിഞ്ഞുള്ള സമയമാണ്. പിന്നീടാണ് ഉദ്ഹിയ്യത്തിന്റെ സമയം തുടങ്ങുക. ചില ആളുകൾ പെരുന്നാൾ ദിവസത്തിന്റെ സുബഹിക്കൊക്കെ ഈമാൻ കയറി ഭയങ്കര ആവേശത്തോടു കൂടി ഉദ്ഹിയ്യത്ത് അറക്കുന്നത് കാരണം ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. എന്താണ് സമയം? എപ്പോൾ തുടങ്ങും? പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു സമയമുണ്ട്. ആ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം കഴിഞ്ഞ് ഒരു ഖുതുബ നിർവഹിക്കാനുള്ള ചെറിയൊരു സമയമുണ്ടാകും, ടൈം ഉണ്ടാകും. ആ ടൈമും കൂടി കഴിഞ്ഞിട്ടാവണം എന്ത് ചെയ്യുക? ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ടൈം തുടങ്ങുന്നത് ദുൽഹിജ്ജ 10, അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ബലിപെരുന്നാളിൻ്റെ ആ ദിവസം നിസ്കാരം കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞുള്ള ആ ടൈം മുതലാണ്. ദുൽഹിജ്ജ 10, ദുൽഹിജ്ജ 11, ദുൽഹിജ്ജ 12, ദുൽഹിജ്ജ 13ൻ്റെ മഗ്രിബ് വരെയാണ് ഈ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റിയ ടൈം. അതായത് 1-ാം പെരുന്നാൾ, 2-ാം പെരുന്നാൾ, 3-ാം പെരുന്നാൾ, 4-ാം പെരുന്നാൾ. 4-ാം പെരുന്നാളിൻ്റെ മഗ്രിബ് വരെയാണ് ഉദ്ഹിയ്യത്ത് അറക്കാനുള്ള ടൈം. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ ഉദ്ഹിയ്യത്ത് അറക്കേണ്ടത് 1-ാം പെരുന്നാളിനാണ് എന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. 1-ാം പെരുന്നാളിന് അറുക്കാം, അതുപോലെ തന്നെയാണ് 2-ാം പെരുന്നാൾ, അതുപോലെ തന്നെയാണ് 3, അതുപോലെ തന്നെയാണ് 4. 4-ാം പെരുന്നാളിൻ്റെ മഗ്രിബിന് മുമ്പ് അറുത്താൽ മതി. 1-ാം പെരുന്നാളിന് തന്നെ അറുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി കുറച്ച് സംശയങ്ങളുണ്ട് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട്. എല്ലാവർക്കും പൊതുവെയുള്ള സംശയങ്ങളാണ്. നമുക്കതിൻ്റെ സംശയങ്ങളും അതിൻ്റെ മറുപടി കിതാബിയായി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉദ്ഹിയ്യത്ത് അറുത്തവർക്ക് അല്ലെങ്കിൽ ഉദ്ഹിയ്യത്തിൻ്റെ ആ ഷെയർ ചേർന്ന ആളുകൾക്ക് ആ മൃഗത്തിൻ്റെ മാംസം കഴിക്കാമോ? ഇത് പ്രശസ്തമായൊരു ചോദ്യമാണ്. ഇവിടെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഫതുഹുൽ മുഈൻ, അതുപോലെ നിഹായ തുടങ്ങിയ കിതാബ്, ആധികാരികമായ ഷാഫിഈ മദ്ഹബിലെ കിതാബുകളിൽ നിന്നാണ് ഇതിൻ്റെ മറുപടി പറയുന്നത്. ഉദ്ഹിയ്യത്ത്, ഒന്നാമത്തെ ചോദ്യം, ഉദ്ഹിയ്യത്ത് അറുത്തവർക്ക് അല്ലെങ്കിൽ അതിന് ഷെയർ ചേർന്ന ആളുകൾക്ക് ആ മൃഗത്തിൻ്റെ ഇറച്ചി കഴിക്കാമോ? സുന്നത്തായ ഉദ്ഹിയ്യത്ത്, ഉദ്ഹിയ്യത്ത് 2 രൂപത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് സുന്നത്തായ ഉദ്ഹിയ്യത്ത്, 2 ചില ആളുകൾ നേർച്ചയാക്കും. ഞാൻ അടുത്ത വർഷം ഈ മൃഗത്തെ അറുത്തോളാം എന്ന് നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് നേർച്ച നിർബന്ധമായ ഉദ്ഹിയ്യത്ത്, അല്ലെങ്കിൽ സുന്നത്തായ ഉദ്ഹിയ്യത്ത്. അപ്പോൾ സുന്നത്തായ ഉദ്ഹിയ്യത്ത് ആണെങ്കിൽ ആ മൃഗത്തിൽ നിന്നും അറുത്തവനോ അല്ലെങ്കിൽ ഷെയർ ചേർന്ന ആളുകൾക്കോ കുറച്ച് അല്പം എടുത്ത് ഭക്ഷിക്കാവുന്നതാണ്. അതായത് ഒരു പൊതിയൊക്കെ ഉണ്ടാകുമല്ലോ, ഒരു 2.5 കിലോ അല്ലെങ്കിൽ 2 കിലോ 1.5 കിലോ ഉണ്ടാകും, അത് നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്, അത് കുഴപ്പമില്ല. പിന്നെ പൂർണ്ണമായിട്ടും നമുക്ക് തന്നെ എടുക്കാം. ഒരു 7 പേര് കൂടി അറുത്തിട്ടായി 7 പേര് തന്നെ പങ്കിട്ടെടുക്കുക, അത് പറ്റൂല. അങ്ങനെ എടുക്കുകയല്ല വേണ്ടത്. പിന്നെ എന്ത് ചെയ്യുക? കുറച്ച് നമ്മൾ എടുത്തിട്ട് ബാക്കി നമ്മുടെ നാട്ടിൽ സക്കാത്തിന് അർഹരായ പാവപ്പെട്ട മിസ്കിന്മാർ, ഫക്കീർമാർ, പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, കടം കൊണ്ട് വലഞ്ഞ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിർബന്ധമായ നേർച്ചയായ ഉദ്ഹിയ്യത്താണെങ്കിൽ അവൻ സ്വന്തമായി എടുക്കാൻ പാടില്ല. ഇപ്പോൾ പറയപ്പെട്ട സക്കാത്തിൻ്റെ അവകാശികൾക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റൊരു ചോദ്യം, നേർച്ചയാക്കിയ ഉദ്ഹിയ്യത്താണെങ്കിൽ കഴിക്കാമോ? അത് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു. അതായത് നേർച്ചയാക്കിയ ഉദ്ഹിയ്യത്താണെങ്കിൽ കഴിക്കാൻ പാടില്ല. അത് ഫക്കീർ, മിസ്കിൻ തുടങ്ങിയ ആളുകൾക്കാണ് അതിൻ്റെ ഇറച്ചി, അതിൻ്റെ മാംസം കൊടുക്കേണ്ടത്. പിന്നെ മറ്റൊരു പ്രശസ്തമായ ചോദ്യമാണ്, അമുസ്ലിമീങ്ങൾക്ക് ഈ ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചി കൊടുക്കാമോ എന്ന്. ഇവിടെ തുഹ്ഫ എന്ന കിതാബിൽ വളരെ വ്യക്തമായി മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഉദ്ഹിയ്യത്ത് എന്നുള്ളത് അതൊരു ഇബാദത്താണ്, ആരാധനയാണ്.
നമ്മുടെ നിസ്കാരം പോലെ, നമ്മുടെ നോമ്പ് പോലെ, നമ്മുടെ ഹജ്ജ് പോലെ ഒരു ഇബാദത്താണ്, ആരാധനയാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. അതുകൊണ്ട് ഉദ്ഹിയ്യത്തായി അതിൻ്റെ നീയത്തിൽ അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചി അത് പച്ചയായിട്ടാണെങ്കിലും വേവിച്ചിട്ടാണെങ്കിലും അത് അമുസ്ലിമീങ്ങളായ സഹോദരിമാർക്ക് കൊടുക്കാൻ പാടില്ല. അത് നിയമമാണ്, ദീനന്റെ നിയമമാണ്, അല്ലാതെ അവരോടുള്ള ദേഷ്യം കാരണത്താലല്ല. അത് എന്ത് ചെയ്യുക? അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും കൂടിയുള്ള മുസ്ലിമീങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഉദ്ഹിയ്യത്തല്ലാത്ത മൃഗത്തിൻ്റെ ഇറച്ചി നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെയുള്ള കുറച്ച് ഇറച്ചി വാങ്ങിയിട്ട് അവർക്ക് നമ്മൾക്ക് കൊടുക്കാവുന്നതാണ്. ഉദ്ഹിയ്യത്ത് അത് നമ്മുടെ ആരാധനയാണ്, ഇബാദത്താണ്. അങ്ങനെ അറുത്ത മാംസം അത് പച്ചയാവട്ടെ, അത് വേവിച്ചിട്ടാവട്ടെ മറ്റുള്ളവർക്ക്, അതായത് അമുസ്ലിം സഹോദരിമാർക്ക് കൊടുക്കാൻ പാടില്ല. മറ്റൊരു ചോദ്യം, ഉദ്ഹിയ്യത്തിൻ്റെ നീയത്ത് എന്താണ്? ഉദ്ഹിയ്യത്തിൻ്റെ നീയത്ത് എന്താണ്? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഉദ്ഹിയ്യത്തിൻ്റെ നീയത്ത് എപ്പോൾ വെക്കാം, അതിൻ്റെ നീയത്ത് എന്താണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായി നമുക്ക് പറയാൻ പറ്റിയത്, മൃഗത്തെ നിർണയിക്കുന്ന സമയം. ഒരുപാട് മൃഗങ്ങളുണ്ട്, ആ മൃഗത്തെ 7 പേർക്ക് വെച്ചിങ്ങനെ നിർണയിച്ച് കൊടുക്കുന്ന സമയം, അല്ലെങ്കിൽ ആ മൃഗത്തെ വേർതിരിക്കുന്ന സമയം, അല്ലെങ്കിൽ അതിന് അറുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിനെ അറുക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് നിയത്ത് വെക്കാവുന്നതാണ്. നിയത്ത് വെക്കാൻ പറ്റിയ സമയങ്ങളാണ് പറഞ്ഞത്. ഒന്ന് മൃഗത്തെ നിർണയിക്കുന്ന സമയം, മൃഗത്തെ വേർതിരിച്ച് നിർത്തുന്ന സമയം, അല്ലെങ്കിൽ മൃഗത്തെ അറുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മൃഗത്തെ അറുത്തുകൊണ്ടിരിക്കുന്ന സമയം. ഈ 4 സമയങ്ങളിലാണ് നിയത്ത് വെക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം. ചില ആളുകൾ അറുത്ത് കഴിഞ്ഞ് എല്ലാം കൊടുത്തു കഴിഞ്ഞാണ് നിയത്ത് വെക്കുക, എങ്കിൽ നിയത്ത് ശരിയാവുകയില്ല. എന്താണ് നിയത്ത് വെക്കേണ്ടത്? നവൈതു സുന്നത്തൽ ഉദ്ഹിയ, നവൈതു സുന്നത്തൽ ഉദ്ഹിയ, ഉദ്ഹിയ്യത്ത് എന്ന സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു, അല്ലെങ്കിൽ ഉദ്ഹിയ്യത്ത് എന്ന സുന്നത്തിന് ഞാൻ നീയത്ത് ചെയ്തു. ഇത് ഇങ്ങനെയാണ്, ഈ 2 രൂപത്തിലാണ് നീയത്തിനെ കരുതേണ്ടത്. നീയത്ത് നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്, മനസ്സിൽ കരുതൽ നിർബന്ധവുമാണ്. ഇവിടെ നീയത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് പറയാം. ഷെയർ ചെയ്ത ആളുകളുണ്ട്. മറ്റൊരു സംശയമാണ് ഷെയർ ചേർന്ന ആളുകൾ. ആ ഷെയർ ചേർന്ന ആളുകൾ എല്ലാവരും അറുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവൽ നിർബന്ധമാണോ? ഷെയർ ചേർന്ന് 7 പേര് ഷെയർ ചേർന്ന്, അല്ലെങ്കിൽ 5 പേരൊക്കെ ഷെയർ ചേർന്ന് അറുക്കുമ്പോൾ ആരാണ് അറുക്കേണ്ടത്? ഇവർ എല്ലാവരും നിയത്ത് വെക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഇവിടെ നമ്മൾ ഷെയർ ചേർന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആടിൽ നമുക്ക് ഒരാൾക്കും ഷെയർ ചെയ്യാൻ പാടില്ല. ആടിൽ ഷെയർ ചെയ്യാൻ പാടില്ല. ആട് ഒരാൾക്കുള്ളതാണ്, ഒരാളുടെ വിഹിതമാണത്. മാട്, ഒട്ടകം, ഇത് രണ്ടിലുമാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഷെയർ ചേരാൻ പറ്റുക. 7 പേർക്ക് ഷെയർ ചേരാൻ പറ്റുക. പിന്നെ ഉദ്ഹിയ്യത്തിൻ്റെ കൂടെ ഈ 7 പേര് ഷെയർ ചേരുമ്പോൾ 6 പേര് ഉദ്ഹിയ്യത്തും, ഒരാൾ അഖീഖ. അഖീഖ നമ്മുടെ കുട്ടി ഉണ്ടായതിനു ശേഷം നമ്മൾ സുന്നത്തായിട്ട് ഇറക്കുന്നൊരു കർമ്മമാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയുന്നുണ്ട്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അഖീഖയുടെ ഒരു വിഹിതവും അതുപോലെ ഉദ്ഹിയ്യത്തിൻ്റെ വിഹിതവുമായിട്ട് നമുക്ക് ഈ 7 ഷെയറിൽ ചേരാവുന്നതാണ്. പിന്നെ 7 പേരും നിയ്യത്ത് വെക്കണോ വേണ്ടയോ എന്നാണ് പ്രധാനപ്പെട്ട സംശയം. 7 പേരും നിയ്യത്ത് വെക്കൽ സുന്നത്താണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അറുക്കുന്നത് ആരാണോ അയാളെ നിയ്യത്ത് വക്കാലത്തായിട്ട് ഏൽപ്പിക്കണം. എങ്ങനെയാ? എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്തിനെ അറുക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അറുക്കുന്ന ആളോട് ബാക്കിയുള്ള 6 പേരും പറയണം. എന്താ പറയേണ്ടത്? എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്തിനെ അറുക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പല ആളുകളും എടാ നീ അറുത്തോ, നീ അറുത്തേക്ക്, അവൻ അറുക്കട്ടെ എന്നൊക്കെ പറയും. അതൊന്നും നിയ്യത്തല്ല. അറുക്കുന്നത് ആരാണോ അത് നിശ്ചയിക്കുക, അറുക്കുന്നവനോട് പറഞ്ഞു കൊടുക്കുക. ബാക്കിയുള്ള 6 പേരും കൂടി പറയുക, എന്ത്? എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് അറുക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, വക്കാലത്താക്കിയിരിക്കുന്നു എന്ന് ബാക്കിയുള്ള ആളുകൾ പറയുകയും ആ അറുക്കുന്ന വ്യക്തി അറുക്കുന്ന സമയത്ത് അല്ലാഹുവേ ഞാൻ എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് അറുക്കുന്നു, അതോടൊപ്പം തന്നെ എന്നെ വക്കാലത്തായി ഏൽപ്പിച്ചിരിക്കുന്ന 6 പേരുടെയും ഉദ്ഹിയ്യത്ത് ഞാനിതാ അറുക്കുന്നു എന്ന് അറുക്കുന്ന ആള് ഈ ബാക്കിയുള്ള ഷെയർ ചേർന്ന ആളുകൾക്ക് വേണ്ടിയും നിയ്യത്ത് ആ സമയത്ത് വെക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഷെയർ ചേർന്ന് അറുക്കുന്ന സമയത്ത് ആ മൃഗത്തെ ക്ലിപ്തപ്പെടുത്തിയിരിക്കണം. അതായത് 2 പോത്തുണ്ട്, 14 പേരുണ്ട്.
എങ്കിൽ ആ 7 പേരെ മാറ്റി നിർത്തിയിട്ട് ഇതാണ് നിങ്ങളുടെ പോത്ത്, ബാക്കി 7 പേരെ മാറ്റി നിർത്തിയിട്ട് ഇതാണ് നിങ്ങളുടെ പോത്ത് എന്ന് ക്ലിപ്തമാക്കി കൊടുക്കണം. അല്ലാതെ ഒരുപാട് പോത്തുണ്ട്, ഒരുപാട് ആളുകൾ ഷെയർ ചേർന്നിട്ടുണ്ട്, അറുക്കട്ടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാം, അങ്ങനെയല്ല. 7 പേരിൽ ആ 7 പേരുടെ പോത്ത് ഏതാണ് അല്ലെങ്കിൽ എരുമ ഏതാണ്, അവരുടെ ഷെയർ മൃഗം ഏതാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കൽ അത് പ്രത്യേകം സുന്നത്താണ്, അത് പ്രത്യേകം നമ്മൾ കരുതിയിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ഉദ്ഹിയ്യത്ത് മാംസം വിൽക്കാമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉദ്ഹിയ്യത്ത് മാംസമാവട്ടെ, അതിൻ്റെ തോലാവട്ടെ, എല്ലാവട്ടെ, കൊമ്പാവട്ടെ, പല്ലാവട്ടെ ഒന്നും വിൽക്കാൻ പാടില്ല. അറവുകാർക്ക് അറുക്കുന്നതിൻ്റെ കൂലിയായിട്ട് ചില ആളുകൾ അറവുകാരനോട് ചോദിക്കും, എത്രയായി അറുത്തതിൻ്റെ കൂലി, അത് ക്ലീനാക്കിയതിൻ്റെ കൂലി എത്രയാണ്? 5000 രൂപയാണ്. അപ്പോൾ 4000 രൂപ കൊടുത്തിട്ട് പറയും ബാക്കി 1000 ആ തോലെടുത്തോ, അത് 1000 ആയിട്ട് വെച്ചോ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവില്ല. തോല് ഒരിക്കലും വിൽക്കാൻ പാടില്ല. എന്ത് ചെയ്യുക? അത് ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അയാൾക്ക് ഹദിയയായിട്ട് അല്ലെങ്കിൽ സ്വതക്കയായിട്ട് കൊടുക്കലാണ് വേണ്ടത്. അയാൾക്ക് സ്വതക്കയായിട്ട് കൊടുത്തിട്ട് അയാൾക്ക് കൊണ്ടുപോയി വിൽക്കാം. അല്ലാതെ അറുത്തവനോ ഷെയർ ചേർന്നവനോ അതെന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർക്ക് വിൽക്കാൻ പാടില്ല. ഒരാൾക്ക് സ്വതക്കയായി കൊടുത്തിട്ട് ആ സ്വതക്ക കിട്ടിയ അയാൾക്ക് എന്ത് ചെയ്യാം, അത് കൊണ്ടുപോയി വിറ്റിട്ട് അതിൻ്റെ പൈസ എടുത്ത് ഉപയോഗിക്കാം. മറ്റൊരു ചോദ്യമാണ്, രാത്രി ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റുമോ? രാത്രി ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റും, അത് ശരിയാകും, അറവ് ശരിയാകും. പക്ഷേ കറാഹത്താണ്. രാത്രി ഉദ്ഹിയ്യത്ത് എന്നല്ല, മറ്റു മൃഗങ്ങളെയൊക്കെ രാത്രി അറുക്കൽ കറാഹത്താണ്. പിന്നെ ഉദ്ഹിയ്യത്തിൻ്റെ മാംസം മറ്റു നാടുകളിലേക്കൊക്കെ കൊടുത്തുവിടാമോ? അതിൻ്റെ ഉത്തരം, സുന്നത്തായ ഉദ്ഹിയ്യത്ത് അത് ഏത് നാട്ടിലാണോ അറുത്തത് ആ നാട്ടിലെ ഫക്കീറന്മാർ, മിസ്കീന്മാർ അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയും ഉണ്ട് എങ്കിൽ മറ്റുള്ള നാടുകളിലേക്ക് കൊടുക്കാം. നിർബന്ധമായ ഉദ്ഹിയ്യത്താണ്, നേർച്ചയാക്കിയ ഉദ്ഹിയ്യത്ത് ആണ് എങ്കിൽ എന്ത് ചെയ്യുക, ആ നാട്ടിൽ തന്നെയാണ്, ആ നാട്ടിലെ ഫക്കീറന്മാർ, മിസ്കീനന്മാർക്ക് തന്നെയാണ് നേർച്ചയാക്കിയ ഉദ്ഹിയ്യത്ത് കൊടുക്കാൻ പാടുള്ളൂ. മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യപ്പെടാൻ പാടില്ല. ഉദ്ഹിയ്യത്ത് മൃഗത്തിൻ്റെ പാല് കുടിക്കാമോ എന്ന് മറ്റൊരു ചോദ്യമാണ്. എരുമപ്പാല്, പശുവിൻ്റെ പാല്, ആടിൻ്റെ പാല്, ഒട്ടകത്തിൻ്റെ പാല് കുടിക്കാൻ പറ്റുമോ? കുടിക്കൽ കറാഹത്താണ് എന്നാണ് അതിൻ്റെ ഉത്തരം. മറ്റൊരു ചോദ്യം, സ്ത്രീകൾക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാമോ അല്ലെങ്കിൽ അക്കീഖ അറുക്കാമോ എന്ന ചോദ്യമാണ്. സ്ത്രീകൾ, വൃദ്ധരായ ആളുകൾ, കാഴ്ചയില്ലാത്ത ആളുകൾ എന്നിവർക്ക് ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കലാണ്. ഒരു സ്ത്രീയും ഉദ്ഹിയ്യത്തിൻ്റെ ഷെയറായിട്ട് ചേർന്നിട്ടുണ്ട്, ഒരു ഉമ്മയും ചേർന്നിട്ടുണ്ട്, 7500 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 6000 രൂപ കൊടുത്ത് ഒരു ഷെയർ ചേർന്നിട്ടുണ്ട് എങ്കിൽ അവർക്കും അറുക്കാം, അറുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവരെ ഏൽപ്പിക്കൽ, അതായത് പുരുഷന്മാരെ ഏൽപ്പിക്കലാണ് സുന്നത്ത്. സ്ത്രീയും പുരുഷനും ഉണ്ട് എങ്കിൽ അവിടെ പുരുഷൻ അറുക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. സ്ത്രീ അറുത്തു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, അത് സ്വഹീഹാകുന്നതാണ്, ശരിയാകുന്നതാണ്. പക്ഷേ പുരുഷനുള്ള സമയത്ത് പുരുഷൻ അറുക്കലാണ് ചെയ്യേണ്ടത്. മറ്റൊരു ചോദ്യം, അറുക്കുന്ന സമയത്തുള്ള സുന്നത്തുകൾ ഏതൊക്കെയാണ്? അറുക്കുന്ന സമയത്ത് ഒരുപാട് സുന്നത്തുകളുണ്ട്. ഒന്നാമത്തേത്, അറുക്കുന്ന സമയത്ത് ബിസ്മി പറയണം, ഹംദ് പറയണം, തക്ബീർ ചൊല്ലണം, കത്തി മൂർച്ചയുള്ളതാവണം. അതുപോലെ മൂർച്ചയില്ലെങ്കിൽ തന്നെ ആ മൂർച്ച വെക്കുന്ന സമയത്ത് ആ മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് മൂർച്ച വെക്കാൻ പാടില്ല. അതുപോലെ ആ മൃഗത്തെ അറുക്കുന്നതിന് വേണ്ടി കിടത്തുന്ന സമയത്ത് അതിൻ്റെ ആ സ്ഥലത്ത് കല്ല്, മുള്ള്, അതുപോലെ മരക്കുറ്റികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ അറുക്കുന്നതിന് മുമ്പ് അതിന് വയറ് നിറച്ച് വെള്ളം കൊടുക്കണം. അതുപോലെ കുറച്ച് ആളുകളൊക്കെ കാണുന്ന സ്ഥലത്ത്, ആരും കാണാത്തൊരു മൂലയിൽ കൊണ്ടുപോയല്ല അറുക്കേണ്ടത്. എന്നാൽ പൊതുവായിട്ട് എല്ലാവരും കാണുന്നൊരു സ്ഥലത്തുമല്ല, അത്യാവശ്യം ആളുകൾ കാണുന്ന ഒരു സ്ഥലത്തായിരിക്കണം അറുക്കേണ്ടത്. അതുപോലെ മൃഗത്തെ മയത്തിൽ വേണം ചരിച്ചു കിടത്താൻ. മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് അതിനെ അറുക്കാൻ പാടില്ല. ഇതൊക്കെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട സുന്നത്തുകളാണ്. പിന്നെ ഒരു ചോദ്യമുണ്ട്, ഈ അറുക്കുന്ന ആൾ നിസ്കരിക്കാത്ത ആളാണ് അറുത്തത്, അയാൾ അറുത്തത് കഴിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ അറുത്തത്, നിസ്കരിക്കാത്ത ആളാണ് അറുത്തതെങ്കിലും ആ അറുത്ത മൃഗത്തെ കഴിക്കാവുന്നതാണ്. കാരണം അറുക്കുന്നവൻ നിസ്കരിക്കുന്നവനായിരിക്കണമെന്ന് നിബന്ധനയൊന്നുമില്ല. അറുക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം, അതാണ് അവിടെ പരിഗണിക്കുന്ന നിബന്ധന. പിന്നെ മറ്റൊരു ചോദ്യം, ആ മൃഗത്തെ എങ്ങനെയാണ് കിടത്തേണ്ട രൂപം എങ്ങനെയാണ്? അതിൻ്റെ ഉത്തരം, അറുക്കുന്ന സമയത്ത് ഖിബിലക്ക് നേരെ തിരിച്ച് ഇടതു ഭാഗത്തേക്ക് മറിച്ചിട്ടാണ് അറുക്കേണ്ടത്. അറുക്കുന്ന സമയം ഖിബിലക്ക് നേരെ തിരിച്ച്
ഇടതുഭാഗത്തേക്ക് മറിച്ചിട്ടാണ് അറുക്കേണ്ടത്. അതായത് അറുക്കുന്നവൻ വലത് കൈ കൊണ്ട് അറുക്കുകയും അവൻ്റെ ഇടത് കൈ ആ മൃഗത്തിൻ്റെ കഴുത്തിൽ പിടിക്കാൻ പറ്റിയ തരത്തിലായിരിക്കണം അവൻ അറുക്കേണ്ടത്. അങ്ങനെയാവണം, ആ ഒരു അവസരം കിട്ടുന്ന രൂപത്തിലായിരിക്കണം അവൻ ആ മൃഗത്തെ കിടത്തേണ്ടത്. മറ്റൊരു ചോദ്യമാണ്, അറുക്കുന്നവർ നഖം, മുടി എന്ന് മുതലാണ് വെട്ടാൻ പാടില്ലാത്തത്? അതായത് അതിൻ്റെ ഉത്തരം, ദുൽഹിജ്ജ 1 മുതൽ ആ മൃഗത്തെ എന്നാണോ നമ്മൾ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് അന്ന് വരെ, ആ സമയം വരെ നമ്മുടെ നഖം, നമ്മുടെ മുടി, നമ്മുടെ മറ്റു രോമങ്ങളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. നിർബന്ധമല്ല, നീക്കം ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. എന്തിനാണ് അങ്ങനെ? അതായത് ആ ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാപമോചനവും അതിൻ്റെ ബറക്കത്തുകളും നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ രോമങ്ങളിലും മുഴുവൻ അവയവങ്ങളിലും കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ആ രോമം നീക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. പിന്നെ ഒരു ചോദ്യം, മരണപ്പെട്ടവർക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് അറുക്കാമോ? മരണപ്പെട്ടവർക്ക് വേണ്ടി അവർ വസിയ്യത്ത് ചെയ്തിട്ട് ഉണ്ട് എങ്കിൽ അറുക്കാം. വസിയ്യത്തൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി അറുക്കാൻ പാടില്ല. അതുപോലെ മറ്റൊരു സംശയമാണ്, ആടുമാടുകൾ ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ആടുമാടുകളുടെ ഷോർട്ടേജ് വന്ന സ്ഥലത്ത് കോഴിയെ ഉദ്ഹിയ്യത്ത് അറുക്കാമോ എന്ന്. അതിൻ്റെ ഉത്തരം, കോഴിയെ ഉദ്ഹിയ്യത്ത് അറുത്താൽ അത് ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. കോഴി മാത്രമുള്ള നാടാണ്, അല്ലെങ്കിൽ ആടുമാടുകൾ ഇല്ലാത്ത നാടാണ്, അല്ലെങ്കിൽ ആടുമാടുകൾ ഷോർട്ടേജ് വന്ന സ്ഥലമാണ് എങ്കിൽ ഉള്ളത് വെച്ച് നമ്മൾ ഉദ്ഹിയ്യത്ത് അറുക്കുക. അല്ലാതെ ആ ഷോർട്ടേജ് നികത്താനോ അല്ലെങ്കിൽ ആടുമാടുകൾക്ക് പകരമായിട്ട് കോഴിയെയോ ഉദ്ഹിയ്യത്ത് അറുത്താൽ അത് ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. അതാണ് അതിൻ്റെ ഉത്തരം. കോഴിയെ അറുത്താൽ ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, 7 പേര് ഷെയർ ചേർന്നാൽ ആരാണ് അതിൽ അറുക്കേണ്ടത്? അതായത് എല്ലാവർക്കും തൃപ്തിയുള്ള അല്പം മതബോധമുള്ള ആളായിരിക്കണം അറുക്കേണ്ടതെന്നാണ്. അല്പം മതബോധമുള്ള, കുറച്ച് ആരോഗ്യമുള്ള ആളായിരിക്കണം അറുക്കേണ്ടത്. ഇത് നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ, അങ്ങനെയല്ല, നമ്മൾ നിശ്ചയിക്കുക. നമ്മുടെ കണ്ണിൽ ഒരു മതബോധമുള്ള, കുറച്ച് ആരോഗ്യമുള്ള ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ. പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് തന്നെ അർപ്പിക്കണം എന്നൊന്നുമില്ല. നമ്മൾ 7 പേര് ഷെയർ ചേർന്നാൽ അതിൽ അല്പം മതബോധമുള്ള എന്നാൽ കുറച്ച് ആരോഗ്യമുള്ള ആളായിരിക്കണം അറുക്കേണ്ടത്. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, ഒന്നാം പെരുന്നാളിന് തന്നെ ഉദ്ഹിയ്യത്ത് അറുക്കൽ നിർബന്ധമുണ്ടോ? ഉദ്ഹിയ്യത്ത് അറുക്കൽ തന്നെ സുന്നത്താണ്. പിന്നെ ഒന്നാം പെരുന്നാളിന് തന്നെ അറുക്കൽ സുന്നത്ത് എന്നേ ഉള്ളൂ, അല്ലാതെ നിർബന്ധമായിട്ടൊന്നുമില്ല. ഒന്നാം പെരുന്നാളിന് അറുക്കാൻ പറ്റിയില്ലെങ്കിൽ 2-ാം പെരുന്നാളിന് അറുക്കാം, ഇല്ലെങ്കിൽ 3-ന് അറുക്കാം, ഇല്ലെങ്കിൽ 4-ാം പെരുന്നാളിന് മഗ്‌രിബിന് മുമ്പ് നമുക്കിത് അറുത്താൽ മതി. 1-ാം പെരുന്നാളിന് തന്നെ എല്ലാ പോത്തിനെയും അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും പരിശുദ്ധമായ ദീനിലില്ല. 1-ാം പെരുന്നാളിന് അറുത്താൽ നല്ലത്, 2-ന് അറുത്താലും നല്ലത്, 3-ന് അറുത്താലും നല്ലത്, 4-ന്റെ മഗ്‌രിബിന് മുമ്പ് അറുക്കാം. അതിനുശേഷം അറുക്കാൻ നിന്നാൽ പിന്നെ അത് ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. ചില ആളുകൾ 1-ാം പെരുന്നാളിൻ്റെ മഗ്‌രിബിന് ശേഷം രാത്രിയൊക്കെ ഉദ്ഹിയ്യത്ത് അറുക്കുന്നതായി കാണാം. ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പകലിൽ ഇതിനെ അറുക്കാനും അതിനെ നന്നാക്കുവാനുമുള്ള ആളുകളെ കിട്ടുന്നില്ല എന്നാണ്. നമുക്ക് എന്തിനാത്ര കഷ്ടപ്പെടുന്നത്? 1-ാമത്തെ പെരുന്നാളിന് അറുക്കാൻ പറ്റിയില്ലെങ്കിൽ 2-ന് അറുക്കാം, 2-ന് അറുക്കാൻ പറ്റിയില്ലെങ്കിൽ 3-ന് അറുക്കാം, 3-ന് അറുക്കാൻ പറ്റിയില്ലെങ്കിൽ 4-ന് അറുക്കാം, 4-ാം പെരുന്നാളിന് മഗ്‌രിബിന് മുമ്പ് അറുക്കാമല്ലോ. അത്രയും ടൈം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി 1-ാം പെരുന്നാളിൻ്റെ രാത്രി തന്നെ അറുക്കണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യവുമില്ല. നമുക്ക് 2-ാം പെരുന്നാൾ 3, 4 കിടക്കുകയാണ്. അപ്പോൾ ആ പെരുന്നാളിൻ്റെ പകലിൽ അറുക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. മറ്റൊരു ചോദ്യമാണ്, ഇതിൻ്റെ കൂടെ ചേർന്ന് വരുന്ന ചോദ്യമാണ്, അക്കീക്ക അറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെയാണ്? ഉദ്ഹിയ്യത്തിൻ്റെ കൂടെ അക്കീക്ക അറുക്കാൻ പറ്റുമോ എന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ബറക്കത്താണ്, ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ റഹ്മത്തുമാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ സൗകര്യപ്പെടുന്ന സമയത്ത് മാതാപിതാക്കളുടെ മേൽ സുന്നത്തായിട്ടുള്ള ഒരു കർമ്മമാണ് അക്കീക്ക അറുക്കുക എന്നുള്ളത്. അതൊരു കുട്ടി ജനിച്ച് 7-ാമത്തെ ദിവസം അറുക്കലാണ് പ്രത്യേകം സുന്നത്തായിട്ടുള്ളത്. ഇനി 7-ാമത്തെ ദിവസം അറുക്കാൻ പറ്റിയില്ല എങ്കിൽ സൗകര്യപ്പെടുന്ന സമയത്ത് അവൻ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു ടൈമിൽ, ഏതെങ്കിലും ഒരു വർഷത്തിൽ അറുത്തു കൊടുക്കുക.
അത് പ്രത്യേകം മാതാപിതാക്കളുടെ മേൽ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇനി പ്രായപൂർത്തിയായിട്ടും ആ മാതാപിതാക്കൾ ആ കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ പ്രായപൂർത്തിയായതിന് ശേഷം അവൻ്റെ മേലാണ് സുന്നത്ത്. എനിക്കിപ്പോൾ പ്രായപൂർത്തിയായി, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി അക്കീക്ക് അറുത്തിട്ടില്ല എങ്കിൽ പ്രായപൂർത്തിയായ എൻ്റെ മേലാണ് പിന്നെ സുന്നത്താകുന്നത് എന്ത്? ഞാൻ സ്വന്തമായി എനിക്ക് വേണ്ടി അക്കീക്ക് അറുക്കുക എന്നത്. പിന്നെ ആൺകുട്ടിയാണെങ്കിൽ 2 ആടും പെൺകുട്ടിയാണെങ്കിൽ 1 ആടുമാണ് അറുക്കൽ. ഇത് സുന്നത്ത്. ഇതൊക്കെ കിതാബുകളിൽ പല പല അഭിപ്രായങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രബലമായ അഭിപ്രായമാണ്. പിന്നെ ഉദ്ഹിയ്യത്തിൻ്റെ കൂടെ അക്കീക്കയും അറുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇവിടെ അങ്ങനെ അറുക്കാം എന്നാണ് അതിൻ്റെ ഉത്തരം. അതായത് 7 പേര് ഒരു പോത്തിലോ ഒരു മൂരിയിലോ ഷെയർ ചേർന്നിട്ടുണ്ട്. ഈ 7 പേരിലും എന്ത് ചെയ്യാം? 6 പേര് ഉദ്ഹിയ്യത്തിൻ്റെ ഷെയറാണ് ചേർന്നിട്ടുള്ളത്. ഒരാൾക്ക് എന്ത് ചെയ്യാം? അക്കീക്കയുടെ ഷെയറും ചേരാം. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു? ഉദ്ഹിയ്യത്തിൻ്റെ ഷെയർ ചേർന്നു. ബാക്കി 6 പേർക്കും അക്കീക്കയുടെ ഷെയർ ചേരാവുന്നതാണ്. അതിന് യാതൊരു തടസ്സവുമില്ല. പിന്നെ ചില ആളുകൾ ഒരു ഷെയർ ചേരും, 7500 രൂപ കൊടുത്ത് ഒരു ഷെയർ ചേർന്നിട്ട് അവൻ മനസ്സിൽ കരുതും ഇതെൻ്റെ ഉദ്ഹിയ്യത്തുമാണ്, എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അക്കീക്കയുമാണ്. അങ്ങനെ ഒരുമിച്ച് ഒരു ഷെയറിൽ ചേരാൻ പറ്റില്ല. ഓരോ ഷെയറും ഒന്നെങ്കിൽ ഉദ്ഹിയ്യത്താവണം അല്ലെങ്കിൽ അക്കീക്കയാകണം. അങ്ങനെ വേർതിരിച്ചിട്ട് മാത്രമേ ഷെയർ ചേരാൻ പറ്റുകയുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് പരിശുദ്ധമായ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതിൻ്റെ ഉത്തരം ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉദ്ഹിയ്യത്തിൻ്റെ പൂർണ്ണമായ സുന്നത്തുകളും ആദാബുകളുമൊക്കെ പാലിച്ചുകൊണ്ട് ഉദ്ഹിയ്യത്ത് അറുക്കാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായും കരസ്ഥമാക്കുവാനും റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾക്കുള്ള നിവാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഇതുപോലെ ഒരുപാട് ഇൽമുകൾ നിറഞ്ഞ നമുക്കറിവില്ലാത്ത ഒരുപാട് വിജ്ഞാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് കേൾക്കുകയും അത് ജീവിതത്തിൽ അമൽ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. കാരണം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നെയാണ് അള്ളാഹു നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഈ കുടുംബത്തിലേക്ക് ചേർന്ന് നിൽക്കുക. ഇതൊരു ദീനിയായ സംരംഭമാണ്. അള്ളാഹു തആല ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് ഒരുപാട് ദുആ വസിയത്ത് പറയുന്നുണ്ട്. ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ, അതുപോലെ രോഗങ്ങൾ മാറാൻ, ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റുകളായി അല്ലാതെ നേരിട്ടൊക്കെ ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുകയും എല്ലാവർക്കും അല്ലാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രത കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു തആല മാറ്റി എല്ലാവിധത്തിലുള്ള ഖൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആമീൻ.